ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നല്ല വെയിലാട്ടോ. ഇത്രയും നാൾ നല്ല തണുപ്പായിരുന്നു. അപ്പോൾ പെട്ടെന്ന് വെയിൽ വന്നപ്പോൾ നമുക്ക് ഹെഡ് ഏക്കൊക്കെ ഉണ്ടാവും. അതിനെ സഹിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര തലവേദന. അങ്ങനെ കുഞ്ഞിനെയും ഞങ്ങൾ ഫാമിലിയായിട്ട് ഇറങ്ങി, ഞങ്ങൾ 4 പേരും കൂടി ഇറങ്ങിയതാണ്. അപ്പോൾ പൂവൊക്കെ വന്ന് തുടങ്ങി, തണുപ്പൊക്കെ കുറഞ്ഞ് ഇപ്പോൾ സ്പ്രിങ് സീസണാണ്. അപ്പോൾ പൂവൊക്കെ എല്ലാം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ജർമ്മനിയിൽ താമസിക്കുന്നത് ഡുസൽഡോർഫ് സിറ്റിയിൽ തന്നെയാണ് കേട്ടോ. ഇവിടെ അടുത്ത് തന്നെ ഷോപ്പിംഗ് ചെയ്യാമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നോക്കിയപ്പോഴാണ്, ഞങ്ങൾ മൊബൈൽ ആപ്പിൽ നോക്കിയില്ല ഇപ്പോഴാണ് ട്രെയിനെന്ന്. അപ്പോൾ അവിടെ വന്നപ്പോൾ 20 മിനിറ്റ് ഉണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു അടുത്ത ട്രെയിൻ 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ വരും. അത് ക്രെഫൽഡിലോട്ടുള്ള ട്രെയിനാണ്, ഞങ്ങളുടെ അടുത്തുള്ളൊരു സിറ്റിയാണ്. അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങ് കയറി കേട്ടോ. ഈ ട്രെയിനിന് ഊബാൻ എന്നാണ് ഇവിടെ ജർമ്മനിയിൽ പറയുന്നത്. ഇത് അണ്ടർഗ്രൗണ്ടിലൂടെയും റോട്ടിലൂടെയും പോകും കേട്ടോ. ഈ ഊബാൻ ട്രെയിൻ പോലെ തന്നെ, എന്നാൽ ഇത്തിരി ചെറുതായിരിക്കും. അങ്ങനെ ഭയങ്കര ടയേർഡായിട്ടോ, ട്രെയിനിൽ കയറി കഴിഞ്ഞപ്പോൾ ഭയങ്കര ടയേർഡ്. ഇതൊരു ഉൾവഴിയിലൂടെയൊക്കെയാണ് പോകുന്നത്. അങ്ങനെ അത് വാവ ഉറങ്ങിപ്പോയി. ഞങ്ങൾ അവിടെ എത്തി കേട്ടോ. ക്രെഫൽഡിലെത്തി. കുറേ പൂക്കളൊക്കെ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടൊക്കെ ഞങ്ങൾ പോവുകയാണ്. നേരെ ഞങ്ങൾ കിക്കിലോട്ട് വിട്ടു. അവിടെ ചെന്നിറങ്ങിയ അടുത്തടുത്തെല്ലാം നിറയെ ഷോപ്പുകളാണ്. കിക്കിൽ പോയത് അലൂസിന് ഒരു ജാക്കറ്റും പിന്നെ മഡ് ഷൂവും മഡ് പാൻസൊക്കെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയാണ് കയറിയത്. പക്ഷേ ജാക്കറ്റിൻ്റെ സീസൺ കഴിഞ്ഞു. ഇവിടെ സ്പ്രിങ് സീസൺ തുടങ്ങിയത് കൊണ്ട് ഇനിയിപ്പോൾ ജാക്കറ്റ് ഉണ്ടാവില്ല. ഇനി വിൻ്റർ വരുമ്പോഴേ ജാക്കറ്റ് കടകളിൽ ഉണ്ടാവുള്ളൂ. അങ്ങനെ ജാക്കറ്റ് ഇപ്പോൾ ഉള്ളത് തന്നെ ഇട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ടൂറ് പോവുകയാണ്. അലുവിൻ്റെ അത് ഞാൻ പറയാൻ വിട്ടുപോയി. അലുവിൻ്റെ സ്കൂളിൽ നിന്ന് ടൂറ് കൊണ്ടുപോവുകയാണ്. 5 ഡേയ്സ് ടൂറിന് പോവുകയാണ് അലൂസ്. അതുകൊണ്ട് അലൂസിന് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. എനിക്ക് സാധിക്കാത്തതൊക്കെ എൻ്റെ മോളിലൂടെ ഞാൻ സാധിച്ചെടുക്കുകയാണ്. കാരണം 3rd സ്റ്റാൻഡേർഡിൽ ഒരു ടൂറ് 5 ഡേയ്സൊക്കെ പോയി നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. എനിക്ക് അങ്ങനെയൊക്കെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പോയേനെ. ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടുമായിരുന്നെങ്കിൽ ഞാൻ പോയേനെ. പക്ഷേ എന്നെ വിടത്തില്ലായിരുന്നു വീട്ടിൽ നിന്ന്. അത് വേറെ കാര്യം. +2 വരെ എന്നെ പിക്നിക്കിനും ടൂറിനൊന്നും വിട്ടിട്ടില്ല. ലൂസിനെ അങ്ങനെ സാധനങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മഡ് ഷൂ നോക്കുവാണ്. ഇതാണ് കേട്ടോ മഡ് ഷൂ. ഇവിടെ ഗുമ്മി സ്റ്റീഫൽ എന്നാണ് ജർമ്മനിയിൽ പറയുന്നത്. അലീസിയാണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. അറിയില്ല നിൽക്കുമോ, 5 ഡേയ്സൊക്കെ മാറി നിൽക്കുമോ. ഒന്നെങ്കിൽ ഞാൻ, അല്ലെങ്കിൽ ഡാഡി ഉണ്ടാവാറുണ്ട്. ഇനി മാറി നിൽക്കുമോയെന്ന് നമുക്കറിയില്ല. അങ്ങനെ സാധനങ്ങൾ ഒത്തിരി വാങ്ങിക്കാനുണ്ട്. അപ്പോൾ ആൾക്ക് മഡ് ഷൂ ഇഷ്ടമായില്ല. നമുക്ക് ഡൂസൽഡോർഫിൽ നിന്ന് തന്നെ വാങ്ങിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വേറൊരു ദിവസം അവിടെ പോയി വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോഴായിട്ട് എവിടെ പോയാലും പാത്രങ്ങൾ കണ്ടാൽ എനിക്ക് അപ്പം വേണം. അങ്ങനെ ഞാൻ 2-3 പാത്രങ്ങളും വാങ്ങി. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി, കിക്കിയിൽ നിന്ന് ഇറങ്ങി നേരെ സ്മിത്തിലോട്ടാണ് പോയത്. സ്മിത്ത് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ടോയ്സ് മാത്രമുള്ള, കുട്ടികൾക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉള്ള ഒരു ഷോപ്പാണ് സ്മിത്ത്. ഞങ്ങൾ ഇവിടെ നിന്നാണ് കുട്ടികൾക്ക് എല്ലാ സാധനങ്ങളും വാങ്ങിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്തൊക്കെ ഞാൻ കാണിച്ചു തരാം. കുറേ ടോയ്സും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ കിക്കിയിൽ നിന്ന് വാങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്നും വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ് അലീസിയ. അങ്ങനെ ഞങ്ങൾ കുഞ്ഞുവാവക്ക് ഒരു ഇത് നോക്കാമെന്ന് പറഞ്ഞാണ് സ്മിത്തിൽ കയറിയത്. കുഞ്ഞുവാവ ഈ സ്റ്റോളറിലിരിക്കുമ്പോൾ അവൻ ഭയങ്കര ബോറടിക്കും. ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിയുമ്പോൾ. അപ്പോൾ ഞങ്ങൾ അവനൊരു ചെറിയൊരു ടോയ്, അതിൽ തൂക്കിയിടാൻ പറ്റുന്ന സംഭവം വാങ്ങിക്കാമെന്ന് പറഞ്ഞ് കയറിയതാണ്. അപ്പോൾ കിൻഡർ വാഗനൊക്കെ ഇവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. ഇവിടെ വന്ന് കയറിയപ്പോൾ അലൂസിന് കാണുന്നതെല്ലാം വേണം, അത് വേണോ ഇത് വേണോ എന്ന് പറഞ്ഞ് ബഹളം. അപ്പോൾ ഒത്തിരി സാധനങ്ങൾ ഇനിയും ടൂർ പോകാൻ വാങ്ങിക്കാനുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ കിക്കിയിൽ നിന്ന് ഒത്തിരി സാധനം വാങ്ങിച്ചു. ടോയ്സൊക്കെ അവൾക്ക് വാങ്ങിയിട്ടുണ്ട്. അവിടെ നൈറ്റിൽ പോകുമ്പോഴേക്കും 5 ഡേയ്സ് നിൽക്കേണ്ടതല്ലേ. അപ്പോൾ കെട്ടിപ്പിടിച്ച് കിടക്കാൻ എനിക്ക് ഒരു ടോയ് വേണമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ചെറിയ ടൈപ്പ്, പക്ഷെ കിലിങ് എന്ന ടൈപ്പ് നമുക്ക് വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല വിലയുണ്ട് കേട്ടോ ഇതിനൊക്കെ. Echoing around these walls, fighting to create
കുഞ്ഞുവാക്ക് വേണ്ട ടോയ്സൊക്കെ വാങ്ങി ഞങ്ങൾ കൊടുത്തിട്ട് നേരെ ഞങ്ങൾ റോസ്മാനിലോട്ട് പോയി. റോസ്മാനിലേക്ക് ചെന്നിട്ട് അലൂസിന് വേണ്ട കുറച്ച് തിങ്സൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. ഷവർ ജെല്ല്, പിന്നെ ഹെയർ സ്പ്രേ വാങ്ങിക്കാനുണ്ടായിരുന്നു, പിന്നെ സൺസ്ക്രീം, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ നമുക്ക് പറ്റുന്നതൊക്കെ നമ്മൾ ഇവിടുന്ന് തന്നെ വാങ്ങിച്ചു. ഈ റോസ്മാനിലാണെങ്കിൽ എല്ലാം ഉണ്ടാവും കേട്ടോ. റോസ്മാൻ DM എല്ലാം ഒരുപോലത്തെ ഷോപ്പൊക്കെ തന്നെയാണ്. കാരണം ഇങ്ങനത്തെ ഐറ്റംസും കുറേ ഉണ്ടായിരിക്കും. പിന്നെ കോസ്മെറ്റിക്സ്, ഡ്രസ്സുകൾ, ഇതെല്ലാം ഇവിടെ ഉണ്ടാവും. അതുപോലെ ബേബി ഫുഡ്, നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ള സാധനങ്ങൾ, ലേഡീസിന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും, കിഡ്സിൻ്റെ സാധനങ്ങൾ എല്ലാം ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അങ്ങനെ അലുമോക്ക് ആവശ്യമുള്ള കുറേ സാധനങ്ങളൊക്കെ എടുത്തു. അത് കഴിഞ്ഞപ്പോൾ വന്നപ്പോഴാണ് നമ്മൾ റാബിറ്റിൻ്റെ ചോക്ലേറ്റ് കണ്ടത്. അപ്പോൾ ഇവിടെ ഈസ്റ്റർ വരുമ്പോൾ ഇങ്ങനെ റാബിറ്റിൻ്റെ ചോക്ലേറ്റ് ആയിരിക്കും നിറയെ ഇങ്ങനെ ഇരിക്കുന്നത്. എല്ലാ സൂപ്പർ മാർക്കറ്റുകളും എല്ലാ ഷോപ്പുകളിലും ഇങ്ങനെ ഇരിക്കുന്നത് കാണാം കേട്ടോ. ഞാനങ്ങനെ കഴിക്കാറില്ല, ഞങ്ങളാരും അങ്ങനെ കഴിക്കാറില്ല. നിറയെ ചോക്ലേറ്റാണ്, നമുക്കത് തിന്നാൻ പറ്റത്തില്ല അത്രയൊന്നും. പിന്നെ ഇടയ്ക്ക് വല്ലതൊക്കെ വാങ്ങിക്കുമെന്നുള്ളൂ, എന്നാലും ഫുള്ള് കഴിക്കുന്നില്ല. അങ്ങനെ അലുമോക്ക് വിശന്നു, ഞങ്ങൾ മക്ഡൊണാൾഡ്സിൽ കയറി. അങ്ങനെ അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങി കഴിക്കാമെന്ന് വിചാരിച്ച് കയറി. ഞാനൊരു ഷേക്ക് മാത്രമേ ഓർഡർ ചെയ്തുള്ളൂ. അവിടെ ചെന്നപ്പോൾ പിള്ളേർ ക്യാരംസ് പോലത്തെ ഒരു ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അലൂസിനും കളിക്കണമെന്ന് പറഞ്ഞിട്ട് കളിക്കാൻ നിന്നപ്പോൾ 2 ചെറുക്കന്മാർ വന്ന് അതിൽ നിന്ന് മാറുന്നില്ലായിരുന്നു കേട്ടോ. പിന്നെ അലൂസിൻ്റെ വിഷമം കണ്ട് അവർ മാറിക്കൊടുത്തു. പിന്നെ അലൂസ് ഡാഡിയും കൂടി കളിക്കുമായിരുന്നു. ഡാഡി അവിടെ വന്ന് അലൂസിന് ആകെ വിഷമം പോയി, ഇവർ മാറാത്തതുകൊണ്ട്. അലൂസ് ഒറ്റക്ക് കളിക്കായിരുന്നു, ഡാഡിയുടെ കൂടെ കളിക്കായിരുന്നത്. അങ്ങനെ അവർ മാറിക്കൊടുത്തു. പിന്നെ ഡാഡിയും മോളും കൂടി കളിയായി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് മക്ഡൊണാൾഡ്സിൽ നിന്ന് ഇറങ്ങി. കുഞ്ഞുവാവ ഭയങ്കര കരച്ചിലായിരുന്നു. Close till I get up. Time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. And on we'll go. മക്ഡൊണാൾഡ്സിൽ നിന്ന് ഇറങ്ങി നേരെ DM-ലും വുൾവർത്തിലും ഒന്ന് കയറാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കുഞ്ഞാവ കരച്ചിലായതുകൊണ്ട് പോകണ്ടെന്ന് പറഞ്ഞപ്പോൾ ലിവിൻചേട്ടൻ പറഞ്ഞു വേഗം പോയിട്ട് വരാമെന്ന് പറഞ്ഞു. ഇത് സെയിം റോസ്മാൻ പോലെ തന്നെയുള്ള ഷോപ്പൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ എന്തെങ്കിലും റോസ്മാനിൽ ഇല്ലാത്ത സാധനങ്ങൾ നമുക്ക് വേണമെങ്കിൽ DM-ൽ വരുമ്പോൾ എടുക്കാം, അത്രയേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടെ വന്നു. കുറച്ച് സാധനങ്ങൾ നോക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഹെയർ ഓയിൽ എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങി ഞങ്ങൾ കുഞ്ഞുവാവക്കുള്ള അപ്റ്റമിലും വെള്ളമൊക്കെ ഇവിടെ നിന്ന് എടുക്കാനുണ്ടായിരുന്നു, അതും എടുത്തു. ഇനിയിപ്പോൾ ഡുസൽഡോർഫിൽ പോയി വാങ്ങിക്കണ്ടല്ലോ, എന്തായാലും ഇവിടെ നിന്ന് തന്നെ അങ്ങ് വാങ്ങിയിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങളൊക്കെ അതൊക്കെ എടുത്തു. അപ്പോഴേക്കും കുഞ്ഞുവാവ് ഭയങ്കര കരച്ചിൽ. അതുകൊണ്ട് ലിവിൻചേട്ടൻ പറഞ്ഞു ഇതൊക്കെ ബേബി ഫുഡാട്ടോ, ഇതൊക്കെ ഞങ്ങൾ ചിലപ്പോഴൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്, എപ്പോഴും അല്ല, ചില സമയങ്ങളിൽ ഞാൻ ഈ ബേബി ഫുഡൊക്കെ കൊടുക്കും. ഞാൻ കൂടുതലും ഹോം മെയ്ഡാണ് ഉണ്ടാക്കാറ്. ചില സമയങ്ങളിൽ എനിക്ക് ടൈം ഇല്ലാത്തപ്പോൾ ഞാൻ ഇങ്ങനത്തെ, പിന്നെ പുറത്തൊക്കെ പോകുമ്പോഴൊക്കെ വാങ്ങിക്കൊടുക്കാറുണ്ട്. കണ്ടേ ഇവിടെയും കുറേ ബേബീസ് ഡ്രസ്സൊക്കെ കിടക്കുന്നുണ്ട്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അങ്ങനെ ലാസ്റ്റായിട്ട് കുഞ്ഞിനുള്ള ഫോർമുലയും വെള്ളം എടുത്ത് ഞങ്ങൾ വേഗം പോവുകയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ. ഓക്കെ, ബൈ.